പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടത്തണം എന്നുള്ള തീരുമാനം അറിയിച്ചത് ശ്രുതിയെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇതേ തുടർന്ന് അശ്വിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രുതി ശ്രമിക്കുന്നുവെങ്കിലും അതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ മുന്നോട്ട് പോവുകയാണ് അശ്വിൻ. അശ്വിൻ്റെ എടുത്തുചാട്ടം നല്ലതിനല്ല എന്ന് വീണ്ടും ശ്രുതി പറയുന്നു. പക്ഷേ ഇതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ എൻഗേജ്മെന്റിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ലാവണ്യ വളരെയധികം സന്തോഷിക്കുകയും ഇതേ തുടർന്ന് അണിഞ്ഞൊരുങ്ങുകയും ചെയ്യുന്നു. പക്ഷേ ഇതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. കാര്യങ്ങൾ അശ്വിൻ വിചാരിച്ചതുപോലെ മുന്നോട്ട് പോകുന്നുവെങ്കിലും എല്ലാവരുടെയും മുൻപിൽ വെച്ച് താൽക്കാലികമായി വിവാഹം നടക്കുകയില്ല എന്ന് അശ്വിൻ പറയുകയും ചെയ്യുന്നു. ഇതോടെ അശ്വിൻ തൻ്റെ ഫ്രണ്ട് മാത്രമാണ് എന്നും അശ്വിൻ്റെ കൂടെ ജീവിതകാലം മുഴുവൻ സ്പെൻഡ് ചെയ്യാൻ തനിക്ക് സാധിക്കുകയില്ല എന്നും ലാവണ്യ തിരിച്ചറിയുകയും ഈ വിവാഹത്തിൽ നിന്ന് പൂർണ്ണ മനസ്സോടെ പിന്മാറുകയാണ് എന്ന് അശ്വിൻ്റെ വീട്ടുകാരോട് തുറന്ന് പറയുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.